എൻ്റെ മനസ്സ് ചാഞ്ചാടി ആത്മഹത്യ ചിന്ത വരെ എൻ്റെ മനസ്സിൽ വന്നു. നമ്മുടെ സാന്നിധ്യത്തിൽ ഒരു നല്ല ഫ്രണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരമാവധി നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്ന ഇഷ്യൂസിൽ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാതെ ആരെങ്കിലും ഒരാളെ ഒന്ന് മീഡിയേറ്ററായിട്ടോ അല്ലെങ്കിൽ ഒന്നൊരു സഹായത്തിന് വേണ്ടിയിട്ടൊന്ന് നിർത്തുന്നത് വളരെയധികം നന്നായിരിക്കും. ഈ ഒരു സംഭവത്തിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലായത്, നമുക്ക് ഒരു ആപത്ത്, ചെറിയൊരു ആപത്ത് വന്നപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എത്ര പേര് അത് അന്വേഷിച്ചു, ഈ ഒരു ആപത്ത് വന്നപ്പോൾ എത്ര പേര് നിങ്ങൾക്ക് സപ്പോർട്ടായി വന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആരാണ് നമ്മളെ സഹായിക്കുന്നതും ആരാണ് നമ്മുടെ ആപത്തിൽ സഹായിക്കുന്നതും ആരാണ് നമ്മളെ ആപത്തിൽ സഹായിക്കാത്തവരുമെന്ന്. ഈ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞിട്ട് എത്ര പേര് ഒരു ക്വസ്റ്റ്യൻ മാർക്കെങ്കിലും ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കാത്തവരുടെ മുമ്പിൽ എനിക്കൊരു പുണ്ണാക്കും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ സമൂഹത്തിന് വേണ്ടി പറയുന്നു. 92 എന്ന് വരുന്ന നമ്പർ സ്പാം ആണ്. നിങ്ങളത് പരമാവധി റിപ്പോർട്ട് ചെയ്യുകയും സൈബർ സെക്യൂരിറ്റിയിൽ പരമാവധി അത് റിപ്പോർട്ട് ചെയ്ത് ഈ നമ്പറിൽ നിന്ന് വരുന്ന സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ സ്പാം അവർ പരമാവധി സ്റ്റോപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത് വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതിനൊരു ആക്ഷൻ എടുക്കുന്നില്ല എന്ന് എനിക്കിപ്പോഴും അറിയുന്നില്ല. അവർ ആക്ഷൻ എടുക്കുന്നത് വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഒരു അറ്റാക്ക് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ.